അതിജീവിതയ്ക്കെതിരായ അധിക്ഷേപത്തിൽ രാഹുൽ ഈശ്വർ വീണ്ടും ജയിലിൽ. കസ്റ്റഡി കാലാവധി പൂർത്തിയായതോടെയാണ് നടപടി. റിമാൻഡ് കാലാവധി പൂർത്തിയാക്കുന്നതിനാലാണ് ജയിലിലേക്ക് അയച്ചിരിക്കുന്നത്. ആർ അനന്തകൃഷ്ണൻ വിവരങ്ങളുമായി ചേരും. അതിനു മുൻപ് ചില ദൃശ്യങ്ങളിലേക്ക്. ദിവസമായി ജാമ്യത്തിന്റെ ഒരു ഇന്ന് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു അല്ലേ? എന്നാണ് വിശ്വാസം. പ്രാർത്ഥിക്കുന്നു. നിങ്ങളും കൂടെ പറയുക. ആരോഗ്യം നിങ്ങളും കൂടെ പറയുക. സത്യം പറയാമെന്ന് തോന്നുകയാണെങ്കിൽ ഞാൻ പറയണത് ശരിയാണെന്ന് തോന്നുന്നു. രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം കിട്ടി. ആർ അനന്തകൃഷ്ണൻ വിവരങ്ങളുമായി നമ്മളോടൊപ്പമുണ്ട്. അനന്തൻ, എന്തിനാണ് മാധ്യമപ്രവർത്തകർ രാഹുൽ ഈശ്വറിനെ ഇങ്ങനെ കുത്തി ചോദിക്കുന്നത്? മാധു, ഇന്നിപ്പോൾ രാഹുൽ ഈശ്വറിന്റെ കസ്റ്റഡി കാലാവധി രാവിലെ പൂർത്തിയായി. അതിനുശേഷം തിരുവനന്തപുരം ഫോർട്ട് ആശുപത്രിയിൽ മെഡിക്കൽ പരിശോധനയ്ക്ക് കൊണ്ടുവന്നപ്പോഴാണ് രാഹുൽ ഈശ്വറിനെ മാധ്യമപ്രവർത്തകർ കണ്ടത്. ഇപ്പോൾ കസ്റ്റഡി കഴിഞ്ഞ 2 തവണയായി രാഹുൽ ഈശ്വർ ഈ ആശുപത്രിയിൽ വരുമ്പോഴാണ് മാധ്യമപ്രവർത്തകരെ കാണുന്നത്. ആദ്യമുണ്ടായിരുന്ന പ്രതികരണങ്ങളിൽ നിന്ന് കുറച്ചുകൂടി ആവേശം കുറഞ്ഞിട്ടുണ്ട് രാഹുൽ ഈശ്വറിൻ്റെ ഇപ്പോഴുള്ള പ്രതികരണങ്ങളിൽ. മാത്രമല്ല, ഇന്നിപ്പോൾ കസ്റ്റഡി കാലാവധി കഴിഞ്ഞ് രാവിലെ കോടതി തുടങ്ങിയപ്പോൾ തന്നെ 11 മണിക്ക് ഹാജരാക്കി രാഹുലിനെ വീണ്ടും റിമാൻഡ് ചെയ്തിട്ടുണ്ട്. രാഹുൽ 14 ദിവസത്തെ റിമാൻഡിലാണ് ഇപ്പോൾ കഴിയുന്നത്. അതിനിടയിലാണ് പോലീസ് 2 തവണ കസ്റ്റഡിയിൽ വാങ്ങിക്കൊണ്ടു പോയത്. അപ്പോൾ ഈ 14 ദിവസത്തെ റിമാൻഡ് കാലാവധി പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ വീണ്ടും ജയിലിലേക്ക് അയച്ചിരിക്കുന്നത്. അതിനിടയിൽ രാഹുൽ ഈശ്വറിൻ്റെ ഒരു ജാമ്യ ഹർജി ഇന്ന് പരിഗണിക്കും എന്നുള്ള സൂചനകളുണ്ട്. ഫയൽ ചെയ്തോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. അങ്ങനെ പരിഗണിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ രാഹുൽ ഈശ്വറിന് ജാമ്യം കിട്ടും. അതല്ലെങ്കിൽ 14 ദിവസത്തെ റിമാൻഡ് കാലാവധി പൂർത്തിയാക്കിയ ശേഷം മാത്രമേ രാഹുൽ ഈശ്വറിന് പുറത്തിറങ്ങാൻ കഴിയുകയുള്ളൂ. അതിജീവിതയെ അധിക്ഷേപിച്ചു, സമൂഹ മാധ്യമത്തിൽ അധിക്ഷേപിച്ചു എന്നുള്ളൊരു കേസാണ് രാഹുൽ ഈശ്വറിനെതിരെ ഉള്ളത്. അതിലാണ് ആദ്യം അത് സ്റ്റേഷൻ ജാമ്യം കിട്ടുന്ന വകുപ്പുകളാണെന്ന് ചുമത്തിയിരുന്ന FIR-ൽ. അതിനുശേഷം മജിസ്ട്രേറ്റിയൽ ജാമ്യം കിട്ടാവുന്ന വകുപ്പുകൾ കൂടി ചുമത്തി. പക്ഷേ മജിസ്ട്രേറ്റിൻ്റെ മുന്നിൽ നിന്ന് ജാമ്യം കിട്ടിയില്ല. അവിടെ രാഹുൽ ഈശ്വർ സ്വന്തമായി വാദിക്കാനൊക്കെ ശ്രമിച്ച് അങ്ങനെ റിമാൻഡിലായി. അതിനുശേഷം നിരാഹാര സമരം നടത്തി. നിരാഹാര സമരം ഒടുവിൽ അവസാനിപ്പിക്കേണ്ടി വന്നു. അങ്ങനെ ഒരേ സമയം 2 കോടതികളിൽ ജാമ്യാപേക്ഷ ഒരേ സമയം സമർപ്പിച്ചു. അത് കോടതിയുടെ വിമർശനത്തിനിടയാക്കി. അങ്ങനെ സങ്കീർണമായ ഒരു നിയമ നടപടികളിലൂടെയാണ് രാഹുൽ ഈശ്വർ ഇപ്പോൾ കടന്നു പോകുന്നത്. അതിന് ഇന്നോ നാളെയൊക്കെ അറുതി ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാം. ഏതായാലും ഈ കേസിൽ സന്ദീപ് വാര്യർ പ്രതിയാണ്. സന്ദീപ് വാര്യറിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ അടുത്ത ദിവസമാണ് വാദം കേൾക്കുന്നത്. പക്ഷേ അതുവരെ ഞങ്ങൾ അറസ്റ്റ് ചെയ്യില്ല എന്ന് പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചിട്ടുണ്ട്. മാധു. ആർ അനന്തകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. രാഹുൽ ഈശ്വറിന്റെ വീണ്ടും ജയിലിലേക്ക് അയച്ചിരിക്കുകയാണ്. കസ്റ്റഡി കാലാവധി പൂർത്തിയായതോടെയാണ് നടപടി.